അറിയപ്പെടുന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു. ആ സഹാബിയുടെ പേരാണ് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ആകാശ ലോകത്തേക്ക് കരങ്ങൾ നീട്ടിക്കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ കൈകൾ വലിക്കുന്നതിന് മുമ്പേ പടച്ചവൻ ഉത്തരം കൊടുക്കുന്നതാ. ആ കരങ്ങൾ താഴേക്ക് നീട്ടുന്നതിനും നീട്ടുന്ന കൈകൾ താഴേക്ക് വലിക്കുന്നതിന് മുമ്പ് ആ നിമിഷം തന്നെ പടച്ചവൻ ഉത്തരം കൊടുക്കുന്ന ഒരു വലിയ മഹാനായിരുന്നു. പക്ഷേ ആ മഹാനുഭാവന്റെ ജീവിതത്തിൽ അള്ളാഹു കൊടുത്തൊരു പരീക്ഷണം എന്തെന്നറിയോ? രണ്ട് കണ്ണുകൾക്കും അള്ളാഹു കാഴ്ച കൊടുക്കുന്നില്ല. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ കാഴ്ച മങ്ങാൻ തുടങ്ങി. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന് കാഴ്ച നഷ്ടപ്പെടുകയാ. ആ സമയത്ത് പലരും വന്നിട്ട് ചോദിച്ചു സഅദ് ബിൻ അബീ വഖാസ് തങ്ങളോട്, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ ഉടൻ തന്നെ ഉത്തരം കിട്ടുന്ന മഹാനാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹുവിനോട് ചോദിച്ചൂടെ നിങ്ങളുടെ കാഴ്ച തിരിച്ചു തരാ? എന്ത് ചോദിച്ചാലും അല്ലാഹു നിങ്ങൾക്ക് തരുമല്ലോ. സഹാബാക്കളുടെ ഇടയിൽ തന്നെ നിങ്ങൾ ദുആക്ക് ഇജാബത്തുള്ള ആളാണെന്നല്ലേ അറിയപ്പെടുന്നത്. അതുകൊണ്ട് പടച്ചവനോടൊന്ന് ചോദിച്ചൂടെ മഹാനായ സഅദ് ബിൻ അബീ വഖാസ് തങ്ങളെ? ആ സമയത്ത് മഹാനവരുടെ മറുപടി എന്തെന്നറിയോ? സാമ്പത്തികമായി പ്രതിസന്ധികളിൽ അകപ്പെട്ടു പോയവരോട്, മാനസികമായ വ്യതകളായിട്ട് മാനസികമായി തകർന്നു നിൽക്കുന്നവരോട്, ശാരീരികമായ ദുർബലതകൾ വേട്ടയാടപ്പെടുന്നവരോട് ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വാക്കെന്തെന്നറിയോ? സഹാബത്തിനോട് പറയുകയാണ്, സഹാബാ, എന്റെ ആഗ്രഹം എനിക്ക് കാഴ്ച കിട്ടല, എന്റെ സന്തോഷം എനിക്ക് കാഴ്ച കിട്ടല, പക്ഷെ എന്റെ പടച്ചവന്റെ ആഗ്രഹം എനിക്ക് കാഴ്ച കിട്ടാതിരിക്കലാണ്. അതുകൊണ്ടാണല്ലോ എന്റെ കാഴ്ച അല്ലാഹു തിരിച്ചെടുത്തത്. എന്റെ പടച്ചവന് താല്പര്യം കണ്ണിന് കാഴ്ച തരാതിരിക്കലാണെങ്കിൽ എന്റെ ആഗ്രഹത്തെക്കാൾ, എന്റെ തൃപ്തിയേക്കാൾ, എന്റെ മോഹത്തെക്കാൾ, എന്റെ പ്രതീക്ഷയെക്കാൾ ഞാൻ ആഗ്രഹം വെക്കേണ്ടത് എന്റെ പടച്ചോന്റെ തൃപ്തിയല്ലേ, എന്റെ അള്ളാന്റെ പൊരുത്തത്തെയല്ലേ. അതുകൊണ്ട് ഞാനിതാ എന്റെ പടച്ചവനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവൻ ഇഷ്ടമേതാണ്, കാഴ്ച കിട്ടലാണോ എങ്കിൽ അവന് തന്നോട്ട്. അതല്ല, കാഴ്ചയില്ലാതെ സഅദ് ബിൻ വഖാസ് ജീവിക്കലാണ് അവൻ ഇഷ്ടമെങ്കിൽ ആ നിലയിൽ ഞാൻ അന്ധനായി ജീവിച്ചോളാം എന്ന് പറഞ്ഞ വിശാലമായ മനസ്സിന്റെ ഉടമസ്ഥനാണ് സഅദ് ബിൻ അബീ വഖാസ്. അവരുടെയും മനസ്സിലേക്ക് കടന്നു വന്നത് ഭൗതിക ലോകം കാണണമെന്നല്ല, കണ്ടിട്ട് രസിക്കണമെന്നല്ല. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുകയാ, എല്ലാം മോശമാണ്, എല്ലാത്തിൽ നിന്ന് മാറിയിട്ട് പള്ളിയെ ശരണമെന്ന് പറഞ്ഞിരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇന്നിവിടെ പ്രസംഗം നടക്കുകയാണല്ലോ, അൽഹംദുലില്ലാഹ്, പ്രതീക്ഷിച്ച ആള് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംഘാടകർക്ക് അറിയുള്ളൂ. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ആൾക്കൂട്ടമല്ലെങ്കിൽ ഇത്ര ആളുകൾ ഇന്ന സ്ഥലത്തുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ഒരു സ്ഥലത്തും പോകാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാ, ഈ മഞ്ചപ്പടുക്കം ഉറൂസ് നടക്കുകയാ, അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് ഉറൂസ് നടക്കുകയാ, അതുപോലെ പല സ്ഥലങ്ങളിലും കാസർഗോഡ് ജില്ലയിൽ ഉറൂസുകൾ നടക്കുകയാ. നിങ്ങളൊന്ന് പോകുമോ? എല്ലാ സ്ഥലങ്ങളിലും നടക്കുന്ന ഉറൂസുകളിൽ ഈ മതവിജ്ഞാന വേദികളിൽ നിങ്ങളൊന്ന് ചെല്ലുക. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആളുകളുടെ കണക്കൊന്ന് എടുക്കുക. എന്നിട്ട് നിങ്ങൾ പോകുമോ? ബേക്കൽ ഫോർട്ടിലേക്ക് നിങ്ങൾ പോകുമോ? അവിടെ ചെന്ന് നിങ്ങൾ അവിടത്തെ കണക്കം എടുക്കുമോ? എല്ലാവർക്കും വേണ്ടത് ആസ്വാദനം തന്നെയാണ്, സുഖങ്ങൾ തന്നെയാണ്, സന്തോഷം തന്നെയാണ്. അതാണ് എല്ലാവർക്കും വേണ്ടത്. പക്ഷേ സയ്യിദ് ഹുസൈൻ മദനി തങ്ങളെ പോലുള്ള മഹത്തുക്കളുണ്ടല്ലോ, അവരൊന്ന് ശ്വാസം വിടുന്നെങ്കിലും, അവനൊരു കാൽ ചുവട് മാറ്റി വെക്കണമെങ്കിൽ, അവർ ഒരു ഗ്ലാസ് വെള്ളം തങ്ങളെ ചുണ്ടിലേക്ക് ചേർത്ത് വെക്കണമെങ്കിൽ, അവരൊരു ഭക്ഷണം അവർക്ക് പള്ളയിലേക്ക് കൊടുക്കണമെന്ന് ആഗ്രഹം വരുമ്പോൾ ആ നിമിഷമെല്ലാം ചിന്തിക്കും, ഇതെന്റെ പടച്ചവന് പൊരുത്തമുണ്ടോ, ഇതെന്റെ റബ്ബിന് പൊരുത്തമുണ്ടോ, ഇതെന്റെ അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണോ? ആ ഒരു ചിന്തയിൽ ജീവിച്ചിരുന്നത് കൊണ്ടാ പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കഴിഞ്ഞാലും മഹത്തുക്കളായ മഹാരഥന്മാരെ വിസ്മരിക്കപ്പെടൂല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ വെച്ച് നമുക്കൊരു തീരുമാനമെടുക്കാം. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി, അഥവാ ഇഖ്ലാസിന് വേണ്ടി അമലെടുക്കുക. ഈ ലോകത്തേക്ക് അല്ലാഹു നമ്മളെ നിയോഗിച്ചത് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണെന്നല്ല അല്ലാഹു പറഞ്ഞത്. അല്ലാഹു പറഞ്ഞതെന്തിനാ? ഈ ലോകത്തിൽ എന്നെയും നിങ്ങളെയും നിയോഗിച്ചത് കേവലം ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടല്ല. അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടിച്ച ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അല്ലാഹു എന്താ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്നറിയോ? വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദൂ
ചെന്ന് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ടല്ല അള്ളാഹു നിയോഗിച്ചത്. അള്ളാഹു എന്തിനായി ലോകത്തേക്ക് നമ്മളെ അയച്ചത്, എന്തിനാ നമ്മളെ പടച്ചതെന്ന് ചോദിച്ചാൽ വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇഖ്ലാസോടെ ഇബാദത്ത് എടുക്കാനാ, നിഷ്കളങ്കമായി ഇബാദത്ത് എടുക്കാനാ. എന്താ ഇഖ്ലാസ് എന്നറിയോ? കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ വാപ്പ പള്ളിയിൽ ഇരിക്കുന്നു എന്ന് കാണുമ്പോൾ നിസ്കാരത്തിന്റെ ദൈർഘ്യം കൂട്ടലാണോ ഇഖ്ലാസ്? പള്ളിയിലെ കാലിരിക്കുന്നു എന്നറിയുമ്പോൾ ദുആക്ക് നീട്ടം കൂട്ടലാണോ ഇഖ്ലാസ്? വഴിയരികിലൂടെ മഹല്ല് കാലി വരുമ്പോൾ തലമറയ്ക്കാതെ എങ്ങനെയാ ഞാൻ ഇരിക്കേണ്ടതെന്ന് ചിന്തയോടെ പെട്ടെന്ന് തലമറയ്ക്കുന്ന പെണ്ണേ, ആ തലമറയ്ക്കുന്നതാണോ ഇഖ്ലാസ്? അല്ല. എന്താ ഇഖ്ലാസ് എന്ന് മഞ്ചപ്പടുക്കക്കാർക്ക് തിരിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ കേട്ടോ, മഹാനായ സഹാബി അബൂദർ റളിയല്ലാഹു തആല അൻഹു കാരുണ്യത്തിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. എന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇഖ്ലാസ് എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? മഞ്ചപ്പടുക്കത്തിന് കേൾക്കാൻ വേണ്ടി വരുന്ന പ്രിയപ്പെട്ട, കേൾക്കാൻ വേണ്ടി വന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി ഇബാദത്ത് എടുക്കുന്നത് ഇഖ്ലാസോട് കൂടിയാകണം. ആ ഇഖ്ലാസ് എന്താണ്? ആ ഇഖ്ലാസ് എല്ലാവർക്കും കിട്ടുമോ? അതിനെപ്പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്താണ് ഇഖ്ലാസ് എന്ന്? അബൂദർ എന്ന സഹാബി പ്രവാചക പ്രഭുവിനോട് ചോദിച്ചു, ഇഖ്ലാസ് എന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇല്ല, എനിക്കത് പറയാനറിയില്ല, ജിബ്രീൽ വരട്ടെ ചോദിച്ചിട്ട് പറയാ. അതാ മഹാനായ നസറൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. ചോദിച്ചു, റസൂലുള്ളാഹി മൽ ഇഖ്ലാസ്, എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എനിക്കറിയില്ല, ഞാൻ മീകായിലിനോട് ചോദിക്കട്ടെ. മീകായിൽ വന്നു, ജിബ്രീൽ ചോദിച്ചു. മീകായിലിന്റെ മറുപടി എന്തെന്നറിയോ? എനിക്ക് പറയാനറിയില്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിച്ചിട്ട് പറയാ. അല്ലാഹുവിന്റെ അടുക്കലേക്ക് മീകായിൽ ചെന്നിട്ട് ചോദിച്ചു, ഇഖ്ലാസ് എന്താ? ഇഖ്ലാസിനെ പറ്റി മീകായിലിനോട് അല്ലാഹു പറഞ്ഞു കൊടുത്തു. ആ കേട്ടത് ജിബ്രീലിനോട് മൊഴിഞ്ഞു കൊടുത്തു. ജിബ്രീൽ പ്രവാചക പ്രഭുവിനെ പറഞ്ഞു കൊടുത്തു. പ്രവാചകൻ അവിടെ അബൂദറിനെ അരുൾ ചെയ്തു. അബൂദർ റളിയല്ലാഹു അൻഹു ലോകത്താകമാനം വരുന്ന ലോകത്തിന് വിവരിച്ചു കൊടുത്തു. എന്താണ് ഇഖ്ലാസ് എന്നറിയോ? അബൂദറിന് അറിയാത്ത ഇഖ്ലാസ് റളിയല്ലാഹു അൻഹു, അഷ്റഫുൽ ഖൽഖിന് അല്ലാഹു തആല പറഞ്ഞു കൊടുക്കാത്ത ഇഖ്ലാസ്, ജിബ്രീലിന് അല്ലാഹു അറിയിച്ചു കൊടുക്കാത്ത ഇഖ്ലാസ്, മീകായിലിന് സൂചന പോലും കൊടുക്കാത്ത ഇഖ്ലാസ്. ആ ഇഖ്ലാസ് മഞ്ചത്തെടുക്കത്തെ എനിക്കും നിങ്ങൾക്കും നേടിയെടുക്കാൻ കഴിയുന്നിടത്തോളം പ്രിയപ്പെട്ടവരെ, നമ്മളെ സമ്പൂർണമായ മനുഷ്യനെന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് എന്താണ് ഇഖ്ലാസ് എന്ന് അല്ലാഹു പറഞ്ഞതെന്നറിയോ? അല്ലാഹു പറയുന്നു, അൽ ഇഖ്ലാസു സിർറും മിൻ അസ്റാരി. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്റെ രഹസ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഞാൻ നിഗൂഢമാക്കി വെച്ചിട്ടുള്ള, ഗോപ്യമാക്കി വെച്ചിട്ടുള്ളതിൽ ഒന്നാണ് ഇഖ്ലാസ്. അല്ലാഹു പറയുകയാണ്, ഊദിഉഹു ഖൽബ മൻ നശാഉ മിൻ ഇബാദി. എന്റെ ദാസന്മാരിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള ചില ആളുകളുണ്ട്, അവർക്ക് മാത്രം ഞാൻ കൊടുക്കുന്ന ഒന്നാണ് ഇഖ്ലാസ്. അതെങ്ങനെയാണ് കൊടുക്കുക? ഊദിഉഹു ഖൽബ മൻ ഞാൻ ഉദ്ദേശിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞു കൊടുക്കുന്നതാണ് ഇഖ്ലാസ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ അല്ലാഹു ഉദ്ദേശിക്കുന്നവരിൽ നമ്മൾ ചെത്തിയിട്ടുണ്ടോ? അല്ലാഹു ഉദ്ദേശിച്ചവരിൽ നമ്മൾ ചേർന്നിട്ടുണ്ടോ? അല്ലാഹു ഉദ്ദേശിക്കുന്നവരിലാണോ നമ്മൾ പെട്ടിട്ടുള്ളത്? അല്ല. എന്തുകൊണ്ടല്ലെന്ന് ചോദിച്ചാൽ പ്രിയപ്പെട്ടവരെ, അല്ല എന്നതിന് നമ്മുടെ പ്രവർത്തനങ്ങൾ സാക്ഷിയാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ സാക്ഷിയാൻ. ഞാൻ ഉദ്ദേശിക്കുന്ന ചില ആളുകൾക്ക് മാത്രമാണ് സംഗമ ഭൂമി എന്ന് കാസർഗോഡ് അറിയപ്പെടുന്നു. സപ്ത ഭാഷകൾ ഉള്ള നാട് മാത്രമല്ല, ഇപ്പോൾ വിവിധ മതങ്ങൾ, ഒരുപക്ഷെ കാസർഗോഡ് പോലെ ഇത്തരം മതങ്ങളും ജാതികളും സംസ്കാരങ്ങളുള്ള ഒരു പ്രദേശം ഇന്ത്യയിൽ തന്നെ വേറെ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് അതിശോക്തിയില്ല. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ജീവിക്കുന്ന നമുക്ക് വലിയ ഉത്തരവാദിത്വവും കടമയും ഉണ്ട് എന്ന് ഞാൻ പറയാത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
ഈ കാസർഗോഡിൻ്റെ ഐക്യവും കാസർഗോഡിൻ്റെ മൈത്രിയും കാത്തു സൂക്ഷിക്കുന്ന കാര്യത്തിൽ മറ്റുള്ള ഏത് വിഭാഗത്തെക്കാളും നമുക്കാണ് വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ളത്. ആ ഉത്തരവാദിത്വം നമ്മളെല്ലാവരും ഭംഗിയായി നിർവഹിക്കണം. ഈ ഉറൂസ് നമുക്കതിന് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സർവശക്തനായ അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഖാം ഉറൂസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.